സുജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു മോമോസിന്റെ റെസിപ്പിയായിട്ടാണ്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളവരും ഉണ്ടാകും, കഴിച്ചിട്ടില്ലാത്തവരും ഉണ്ടാകും. ഇത് ഇവിടുത്തെ ഒരു മഹാരാഷ്ട്രയിലേക്ക് ഒരു സ്ട്രീറ്റ് ഫുഡാണ് മോമോസ്. മോമോസ് എന്ന് പറയുന്ന സാധനം നമ്മൾ കുളക്കട്ട ഉണ്ടാക്കുന്നത് പോലെ ഉള്ള ഒരു റെസിപ്പിയാണ്. അതിൽ നമ്മൾ അരിപ്പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നു. ഇത് നമ്മൾ നോൺ വെജ് വെച്ചിട്ടും വെജ് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന മൈദയിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ അത് നല്ലൊരു ടേസ്റ്റോട് കൂടിയ ഒരു 4 മണിക്കൊക്കെ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു ഡിഷാണിത്. അപ്പൊ അതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 കിലോ ചിക്കൻ, 1/2 കിലോയിലും കുറവാണിത്, ബോൺലെസ് ചിക്കനാണ്, ഒരു 400 ഗ്രാം ഉണ്ട്. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു സവാള പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 4 മുതൽ 5 വരെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ചേർക്കാനായിട്ട് നമുക്ക് ഇച്ചിരി സോയാ സോസ് വേണം, സ്വല്പം കുരുമുളക് പൊടി വേണം. അപ്പം നമുക്ക് ആദ്യമായിട്ട് തന്നെ മോമോസിനുള്ള ആട്ട നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ഉപ്പും എണ്ണയും മൈദയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉപ്പും എണ്ണയും മൈദയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഡൗ തയ്യാറാക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ആട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഒത്തിരി അങ്ങ് ലൂസും ആവരുത്, ഒത്തിരി അങ്ങ് ടൈറ്റും ആവാതെ വേണം കുഴച്ചെടുക്കാൻ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മോമോസിനുള്ള ഡവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം എണ്ണ തൂത്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വല്പം എണ്ണ തൂത്ത് വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ്. ഇത്രയും വെള്ളമേ എടുത്തുള്ളൂ. 3 സാധനങ്ങൾ മാത്രമേ നമ്മളിവിടെ ചേർത്തിട്ടുള്ളൂ, ഉപ്പും എണ്ണയും വെള്ളവും. ഇത് മാത്രമേ ഇവിടെ ഇതിന് ചേർത്തിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ റവ ഇവിടെ തയ്യാറായി. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ആ സമയം കൊണ്ട് ചിക്കൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ചിക്കൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ ചിക്കൻ നമ്മളിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. അതിനുശേഷം നമുക്ക് 1 സ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുരുമുളക് പൊടി 1 സ്പൂൺ ചേർക്കാം. ഒരു സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കുരുമുളക് പൊടി, സോയാ സോസ്, ഉപ്പ് ചേർത്ത് ഇനി നമുക്ക് 1 ടീസ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇപ്പം നമ്മുടെ ചിക്കനും മസാലയെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് മോമോസിനുള്ള നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ആട്ട നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ നല്ലതുപോലെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നിന്ന് കുഴച്ചെടുക്കും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആട്ട കുഴക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അതേ രീതിയിൽ വേണം നമ്മളിത് ഇതിന് കുഴച്ചെടുക്കാൻ. ആ ഒരു പരുവായിരിക്കണം. നമുക്കിത് ചെറിയ ബോൾസ് ആക്കി വേണം ഇത് പരത്തിയെടുക്കാൻ. ഇതേപോലെ നമ്മൾ പൂരിക്ക് പരത്തുന്നത് പോലെയുള്ള പൂരിക്ക് വേണ്ടുന്ന ബോൾസ് എത്രയാണ് അതേ അളവിലുള്ള ബോൾസ് ആയിരിക്കണം ഇതിന് വേണ്ടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ബോൾസ് ആയിരിക്കണം. ഇതേപോലെ നമുക്ക് ഓരോ ബോൾസും ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചപ്പാത്തി പലകയിൽ സ്വല്പം പൊടി കയറിയിട്ട് ഓരോ ബോൾസും നമുക്ക് ഇതുപോലെ മൈദയിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ പൂരിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. നമ്മൾ കുളക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ നേരം പരത്തത്തില്ലേ, അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കത്തേ ഉള്ളൂ. പക്ഷെ ഇത് മൈദ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് പരത്തിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മിക്സർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. നമുക്ക് സൈഡിൽ ഒന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുക്കണം. ഒന്ന് ഒട്ടി വരാൻ വേണ്ടിയിട്ട് ഒത്തിരി വേണ്ട, ചെറിയതായിട്ട് വെള്ളം ഇങ്ങനെ നനച്ചു കൊടുത്തിട്ട്
ഇങ്ങനെ കയ്യിലെടുത്ത് നമുക്ക് ഓരോ സൈഡ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് എടുക്കാം. ഈ ഒരു ഇതേപോലെ നമുക്കിത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇത് പൊട്ടിപ്പോകാതെ വേണം ചെയ്യാൻ. അങ്ങനെ നമുക്കിത് ഓരോന്നും ഇതേപോലെ ചെയ്തെടുക്കാം. കനം കുറഞ്ഞിരുന്നാൽ ഏറ്റവും നല്ലതാണ്. അധികം നമുക്ക് മൈദയുടെ കോട്ടിങ് വരത്തില്ല. കനം കുറച്ച് പരത്തിയെടുക്കും. ചെറിയ ചെറിയ ബോൾസ് മതി നമുക്ക്. നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോൾസ് ആയിരിക്കണം. സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മോമോസ് ഒക്കെ ഞാനിവിടെ പരത്തി അതിനകത്ത് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റഫിങ് എല്ലാം നിറച്ച് ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ഇത് ഉണ്ടാക്കി, ഈ ഷേപ്പിലുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഈ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിലാണ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ ഷേപ്പിലാകുമ്പോൾ കുറച്ചുകൂടെ കനം കുറഞ്ഞ് കട്ടി കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 തട്ടുള്ള ഇഡ്ഡലി പാത്രമാണ് എൻ്റേത്. അപ്പോൾ അതിലെ ഏറ്റവും അടിയിലത്തെ തട്ടും ഏറ്റവും മുകളിലത്തെ തട്ടുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ നല്ലതുപോലെ തടവി നമുക്കത് ഇഡ്ഡലി പാത്രത്തിൽ വെക്കാം. എണ്ണ തടവി കൊടുത്താൽ ഇത് ഒട്ടി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് ഇറക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ എണ്ണയൊക്കെ തടവിയിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രം വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ച് വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഏറ്റവും ലാസ്റ്റ് തട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മോമോസ് ഓരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കാം. ഇതിന്റെ സൈഡിലൊക്കെ വെച്ച് വെക്കാൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു കുഴിയിൽ 2 എണ്ണം വീതമൊക്കെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഏറ്റവും മുകളിലത്തെ തട്ട് വെക്കാം. അതിലും പറക്കി വെക്കാം. അപ്പം നമ്മുടെ മോമോസ് എല്ലാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. ഇനി നമുക്കിതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് മതിയാകും. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വെന്തോന്ന് നോക്കാവുന്നതാണ്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പം നമ്മുടെ മോമോസ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്കൊരു ചട്നി തയ്യാറാക്കി എടുക്കാം. ആ ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 2-3 വെളുത്തുള്ളി അല്ലി 2ആയിട്ട് കീറിയത് എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കണ്ടിച്ച് കൊടുക്കാം. നമ്മൾ തക്കാളി ഇട്ട് ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ മോമോസ്
മോമോസ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഐറ്റമാണ്. അപ്പോൾ നമ്മൾ അതിന് ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു ചട്നിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്താൽ മതി. അതുപോലെ നമുക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ചേർത്ത് സോയാ സോസ്. അതേപോലെ 1.5 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ചട്നി ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമുക്കിത് വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. നമുക്കിതൊന്നൊന്ന് കുത്തി നോക്കാം. ഇതിലൊട്ടും പറ്റി പിടിക്കുന്നില്ല, നല്ലപോലെ കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അതുപോലെ ചട്നി ഭയങ്കര ടേസ്റ്റാണ് ഈ ചട്നി. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. നല്ല ടേസ്റ്റോടുകൂടിയ ചട്നിയും മോമോസും ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും ഒരു പുതിയ ഡിഷുമായി വരുന്നത് വരെ താങ്ക് യു.